ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഡ്യൂക്ക് എന്നാൽ തമ്പുരാൻ. രണ്ടാം ലോകയുദ്ധം അവസാനിച്ചയുടൻ ഓസ്ട്രിയൻ എഞ്ചിനീയറായ ഹാൻസ് സ്വന്തമായി ഒരു ബൈക്ക് നിർമ്മിക്കാമെന്ന സ്വപ്നം പൊടിതട്ടിയെടുത്തു. യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾക്കിടെ ചെറിയൊരു വാഹന ഷോറൂമുമായി പിടിച്ചു നിന്ന ഹാൻസിന്റെ ബൈക്ക് സ്വപ്നം സാധ്യമാക്കാൻ വർഷങ്ങൾ പിന്നെയും എടുത്തു. 1953 20 തൊഴിലാളികളുമായി വാണിജ്യ ഉത്പാദനം മോഡൽ R100 മെക്കി മുതൽ റേസ് ബൈക്കുകൾ വരെ നിർമ്മിച്ച KTM പ്രവർത്തനം തുടങ്ങി. അധിക നാളാകും മുമ്പ് റേസിംഗ് കപ്പിൽ മുത്തമിട്ടു. 125 cc-യിൽ 1954 ഓസ്ട്രിയൻ ചാമ്പ്യൻ KTM ആയിരുന്നു. പിന്നെ ഒരു തിരിഞ്ഞുനോട്ടമില്ല. റേസിംഗ് സ്ട്രീറ്റ്, നേറ്റ്, സൂപ്പർ, മോട്ടോക്രോസ്, എൻഡ്യൂറോ, ക്രോസ് കൺട്രി, ഫ്രീ റൈഡ് എന്നിങ്ങനെ കരുത്തൻ ബൈക്കുകളുടെ ശ്രേണിയിലെ അഗ്രഗണ്യൻ. ഓസ്ട്രിയൻ കമ്പനി ആണെങ്കിലും നമ്മുടെ ബജാജിന് ഉടമസ്ഥതയുണ്ട്. 2007 KTM പവർ സ്പോർട്ട് വിഭാഗത്തിൽ 14.5% ഓഹരി പങ്കാളിത്തം ഉറപ്പാക്കി ബജാജ് ഓസ്ട്രിയൻ പാരമ്പര്യം ഇന്ത്യയിലെത്തിച്ചു. ഇപ്പോൾ KTM മേക്ക് ഇൻ ഇന്ത്യ കഥയാണ്. ഡ്യൂക്ക് എന്ന വാക്കിന് ഇന്ത്യയിലെ അർത്ഥം യുവത്വമെന്നോ പരക്കം പാച്ചിലെന്നോ ആണ്. പാർക്ക് ചെയ്തിരിക്കുമ്പോഴല്ലാതെ ഈ വണ്ടിയൊന്നും ആസ്വദിക്കാനാകില്ല. ഓട്ടമല്ല, പാച്ചിലാണ്. പുക പോലെ കാണാൻ പറ്റൂ. തീരെ പ്രതീക്ഷിക്കാതെ എത്തിയ അതിഥിയാണ് ഡ്യൂക്ക് 250. ഇറങ്ങാൻ കുറേ വൈകും എന്നായിരുന്നു വാർത്ത. എന്നാൽ ബജാജ് തെല്ലു നേരത്തെ തന്നെ ഡ്യൂക്ക് 250 കൊണ്ടുവന്നു. ഡ്യൂക്ക് 390, 200 മോഡലുകൾക്ക് വിലയിൽ വലിയ അന്തരം വന്നപ്പോഴാണ് കമ്പനി 250 രണ്ടിനും മധ്യേ കൊണ്ടുവരുന്നത്. പുതിയ ഡ്യൂക്ക് 200-ന്റെയും 390-യുടെയും മിശ്രണമാണ് ഡ്യൂക്ക് 250. ടയർ, എൻജിൻ, ഇലക്ട്രോണിക്സ്, മീറ്റർ കൺസോൾ എന്നിവയെല്ലാം ഡ്യൂക്ക് 200-നോട് സമം. സസ്പെൻഷൻ ബോഡി, ടാങ്ക് എന്നിവയെല്ലാം ഡ്യൂക്ക് 390-ൽ നിന്നും കടം കൊണ്ടിരിക്കുന്നു. വലുപ്പക്കുറവ് തോന്നുന്ന ഷാർപ്പ് എഡ്ജ് ഡിസൈൻ. സൂപ്പർ സ്പോർട്ട് മോഡലായ 1290 ഡ്യൂക്ക് 6-നോടുമുണ്ട് സാമ്യം. വെളുപ്പും കറുപ്പും ഓറഞ്ചും ചേർന്ന നിറവ്യത്യാസം. KTM മുഖമുദ്രയായ ഓറഞ്ച് നിറം പിൻ സബ് ഫ്രെയിമിൽ മാത്രമായി ഒതുങ്ങി. ഇതുവരെയുള്ള KTM മോഡലിന്റെ മുഖ്യ സവിശേഷതകളിൽ ഒന്ന് അണ്ടർബെല്ലി എക്സോസ്റ്റുകളായിരുന്നു. ഇവിടെ തെല്ലു മാറ്റമുണ്ട്. കരുത്ത് തോന്നിപ്പിക്കുന്ന സൈലൻസർ ഡിസൈൻ, റേഡിയേറ്റർ ഗ്രിൽ, ബെല്ലി പാൻ, ഫുഡ് പെഗ് എന്നിവ പുതുമകൾ. ഡ്യൂക്ക് 200-നേക്കാളും 30 mm ഉയരക്കൂടുതലുണ്ട്. 248.76 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിൻ 31 bhp കരുത്തും 24 Nm ടോർക്കും നൽകും. ഡ്യൂക്ക് 200-നെ അപേക്ഷിച്ച് ടോർക്കും ഡെലിവറിയിലും റിഫൈൻമെന്റിലും കാര്യമായ പുരോഗതി വന്നിട്ടുണ്ട്. ഓപ്പൺ കാഡ്രിഡ്ജ് ഫോർക്കുകളാണ് മുന്നിൽ. പിന്നിൽ മോണോഷോക്ക്. ചെറിയ ഗട്ടറുകളും ബമ്പുകളും എല്ലാം അനായാസം കടക്കും. ഹോണ്ട CBR, കവാസാക്കി നിഞ്ച എന്നിവ മുഖ്യ എതിരാളികൾ. എന്നാൽ വിലയുടെ കാര്യത്തിൽ ഇവയൊക്കെ ഏറെ മുകളിലാണ്. 1.75 ലക്ഷത്തിനോടടുത്താണ് KTM-ന്റെ വില. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.